പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മംഗലം തൃശ്ശൂർ പാലക്കാട് ഹൈവേ NHൽ നിന്നും ഏകദേശം ഒരു 600 മീറ്റർ ദൂരം മാത്രം എല്ലാവിധ വാഹനങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. 1400 സ്ക്വയർ ഫീറ്റ് വീട്, വെറും 4 വർഷം പഴക്കം മാത്രമുള്ള ഒരു വീട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ആ മഴ സമയത്താണ് ഞാൻ പോയി വീഡിയോ എടുക്കുന്നത്. നല്ലൊരു സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് 3 ബെഡ്റൂം വരുന്ന നല്ലൊരു വീടാണ്. അതിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരെണ്ണം കോമൺ ആയിട്ട് പുറത്തൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 വർഷം പഴക്കം മാത്രമാണ് വീടിനുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ വില പറയുന്നത് 39.5 ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത്. വില നെഗോഷ്യബിളാണ്. ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ മംഗലം വില്ലേജ് ഉണ്ട്. അതുകൂടാതെ കാരുണ്യ ഹോസ്പിറ്റല്, തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേയിലേക്കും 500 മീറ്റർ തന്നെയാണ് ദൂരം വരുന്നത്. വടക്കഞ്ചേരി ടൗണിലേക്കാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ ദൂരം വരും കേട്ടോ. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു ഭവനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്നും ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളിയുണ്ട്, അമ്പലമുണ്ട്. 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളിയും ഉണ്ട്. ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലാണ് ഉള്ളത്. ഇപ്പോൾ ഈ അടുക്കള ഭാഗം മാത്രം ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ പോരായ്മയുണ്ട്. അടുക്കളയും വർക്ക് ഏരിയയും, ബാക്കിയൊന്നും കുഴപ്പമില്ല. നല്ല വീട് തന്നെയാണ്. 4 വർഷം പഴക്കമുള്ളൂ. നല്ല ഒരു വലിയൊരു ഹാള്, വലിയൊരു ഡൈനിങ് ഹാളും ഉണ്ട്. 3 ബെഡ്റൂം ഉണ്ട്. അടുക്കള, വർക്ക് ഏരിയ, പുറത്ത് ഒരു കോമൺ ബാത്റൂമും. മുറ്റം എല്ലാം ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ചുറ്റുഭാഗവും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തുകൂടെയാണ് ഈ വീടിന് സ്റ്റെയർ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ കൂടുതലായിട്ട് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ്. ഈ വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഇനി സ്ഥലമോ വീടോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യൂ. അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.